പ്രോനാസിക എന്നുള്ളൊരു പ്രൊഡക്റ്റ് ശരിക്കും ഇതെന്തുവാണ് പ്രോനാസിക എന്നുള്ളൊരു പ്രൊഡക്റ്റ്? ഇത് നമുക്ക് എല്ലാവർക്കും എന്തിനു വേണ്ടിയാണ് നമ്മളിപ്പോ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതിന്റെ കാരണം എന്താ? എന്താണ് ഇതിന്റെ ആവശ്യം? ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രീതിങ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിനകത്ത് നമുക്കിപ്പം ഈ ഒരു ശ്വാസോച്ഛ്വാസം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻസ് എല്ലാവർക്കും അറിയാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. അപ്പം ബ്രീതിങ് ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ജലദോഷങ്ങൾ, അപ്പം ജലദോഷം അല്ലെ മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും, അത് പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്രീതിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പരിചരണം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക്, അതായത് തുടക്കം ഇങ്ങനെ ആയിരിക്കും, പക്ഷെ അത് പിന്നീട് പല പല പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ ഓവറോൾ എന്താ പറയുക ഓവറോൾ യൂസ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ശരിക്കും ഇത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഇന്ന് പലതരത്തിലെ നേസൽ സ്പ്രേസ് അവൈലബിൾ ആണ്, പക്ഷെ പലതിനകത്തും സിന്തറ്റിക് ആയിട്ടുള്ള കണ്ടന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ ഒരു ഈ മാർക്കറ്റിൽ നിൽക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് എന്താണ് ഡിഫറൻസ്? അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് നേസൽ സ്പ്രേയെ കുറിച്ച് ഞാൻ എന്റെ ഫ്രണ്ട്സിന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇത് മാർക്കറ്റിൽ എല്ലാവരും ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നേസൽ സ്പ്രേസ് ഒക്കെ, അപ്പൊ പിന്നെ ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതുമായിട്ട് എന്ത് വെക്കും, അതിനകത്ത് ഡിഫറൻസ് എന്തോ, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ആവശ്യത എന്തോ വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ നോക്കിയപ്പോഴത്തെ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ്. നമ്മുടെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ വെൽനസ് പ്രോനാസിക നേസൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇത് 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ജസ്റ്റ് നോക്കാം. അതിനകത്ത് ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അനന്തമൂൽ അക്യൂസ് എക്സ്ട്രാക്ട് ആണ്. അനന്തമൂൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ നന്നാറിയുടെ എക്സ്ട്രാക്റ്റുകളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഒരു നല്ലൊരു പ്രധാനപ്പെട്ട ഹെർബ്സ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു കണ്ടന്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ് യൂക്കാലിപ്റ്റസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്റ് ഓയിൽ ഉണ്ട്. മിന്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ പുതിനയുടെ ഓയിൽ, കൂടാതെ ടീ ട്രീ ഓയിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 3-4 തരത്തിലെ നല്ല വിശിഷ്ടമായ ഔഷധങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇനി ഈ കണ്ടന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ അനന്തമൂൽ, ഞാൻ നേരത്തെ പറഞ്ഞു നന്നാറിയുടെ എക്സ്ട്രാക്ട്സ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ടോക്സിൻസിനെ, അതായത് ഉള്ളിൽ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ പുറത്തോട്ട് തള്ളാനും ഡീടോക്സിഫൈ ചെയ്യാനും ഭയങ്കര ഒരു കഴിവുണ്ട് ഈ അനന്തമൂൽ എന്നുള്ള ഒരു ഹെർബ്സിന് ഇതിനകത്ത് എടുക്കുന്നത്. കൂടാതെ യൂക്കാലിപ്റ്റസ് തൈലം, നമുക്ക് പണ്ട് മുതലേ അറിയാം, പലതരത്തിലെ വേദനകൾക്കും മൂക്കടപ്പിനും ജലദോഷത്തിനും ഒക്കെ നമുക്ക് ആവി പിടിക്കാനൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പണ്ടുകാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൈലമാണ് യൂക്കാലിപ്റ്റസ് തൈലം. ഈ യൂക്കാലിപ്റ്റസ് ഓയിൽ ഇതിനകത്ത് വലിയൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിന്റെ പ്രവർത്തനം മറ്റൊന്നുമല്ല, നമ്മുടെ അടഞ്ഞിരിക്കുന്ന മൂക്കുകളെ, ജലദോഷം വന്ന മൂക്കുകൾ, ജലദോഷം ഇരിക്കുന്ന സമയത്ത് ചെറിയ ആസ്മറ്റിക് പ്രോബ്ലംസ്, ഇതിനെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ യൂക്കാലിപ്റ്റസ് ഓയിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്. പിന്നെ മറ്റൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മിന്റ് ആണ്. അത് പുതിനയുടെ മിന്റ് ഓയിൽ ഇതിനകത്തുണ്ട്. മിന്റ് ഓയിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ മിന്റ് ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്കും പിന്നെ ജോയിന്റ്സ് പെയിനും പിന്നെ അങ്ങനെ ഇച്ചിങ്, എന്തെങ്കിലും ഇറിറ്റേഷൻ പ്രശ്നങ്ങൾക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം, അതായത് കോൾസ്, ജലദോഷം ഉണ്ടാകുന്ന സമയങ്ങളിലും അതിനകത്ത് പെയിൻ റിഡ്യൂസ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓയിലാണ് ഈ മിന്റ് ഓയിൽ, പുതിന ഓയിൽ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഹോർമോൺസിനെ ഒരു ബാലൻസ് ചെയ്യാനും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്താനും സ്ട്രെസ് കുറയ്ക്കാനും കൂടെ ഈ മിന്റ് ഓയിൽ അതിന്റെ പ്രവർത്തനം നടത്തും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടാണ് നമ്മുടെ നാസൽ സ്പ്രേ. കൂടാതെ നാലാമത്തെ വേറൊരു കണ്ടന്റ് ഉണ്ട്, ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാവരും കരുതും ഈ ചായ, ടീ ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ചായയുടെ ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും അല്ല സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടിയാണ്. നമ്മുടെ നാട്ടുകളിലല്ല, ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലാണ്. അത് ശരിക്കും ആന്റി ബാക്ടീരിയൽ ആണ്. കൂടാതെ ഈ നമ്മുടെ ബ്രീതിങ് ഇഷ്യൂസിനും നമ്മുടെ ടോക്സിൻസിനെ പുറത്തുകളാനൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. അപ്പൊ ഇത്രയും 4 കണ്ടന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നാസൽ സ്പ്രേക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂക്കടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മൂക്കിലേക്ക് പതുക്കെ ഒന്ന് സ്പ്രേ ചെയ്യുക. അപ്പം ആ ഒരു അടഞ്ഞ മൂക്ക്, അല്ലെങ്കിൽ നമുക്ക് മൂക്കടവ് സമയത്ത് നല്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരു ഇഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ആ അടഞ്ഞ മൂക്ക് നമുക്ക് അതിനകത്ത് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും തരത്തിലെ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കളയാനായിട്ടുള്ള ഹെർബ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ആർക്കൊക്കെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8 വയസ്സിന് മേൽപ്പോട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകം അതിനകത്ത് എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ, പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു വിതിൻ 10 to 15 days അത് ഉപയോഗിച്ച് മാറുന്നതാണ്. അപ്പൊ അത് മാക്സിമം സിംഗിൾ യൂസ് ആയിരിക്കണം. അത് നേസൽ സ്പ്രേസ് സാധാരണ അങ്ങനെ ആണല്ലോ, ഒരാൾ കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നേസൽ സ്പ്രേ മേടിച്ചിട്ട് 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ പേഴ്സൺ യൂസ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ കണ്ടന്റ്സ് ആയത് കാരണം അത് വിതിൻ 10 to 15 days അതിന് ഉപയോഗിച്ച് മാറണം. പിന്നെ ഇത് ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 12 വയസ്സിന് മേൽപ്പോട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പ്രേ
രണ്ട് മൂക്കിലും കൂടെ 2 ദിവസം 2 ടൈം രാവിലെയും വൈകിട്ടും കൂടെ യൂസ് ചെയ്യണം. 8 മുതൽ 12 വയസ്സ് വരെ വരെ ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അതിന് മേളിലോട്ടുള്ള ഒരു എന്താ പറഞ്ഞാൽ 12 വയസ്സ് മേൽപ്പെട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 3 പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഈ എന്താ പറയാ അറിവുകൾ എനിക്കറിയാവുന്നതിനകത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ. അപ്പം അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. ഇപ്പൊ പ്രോനാസിക സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. റോളോൺ പോലെ തന്നെ റോളോണിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സിംഗിൾ യൂസും കൂടാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ട്രാവലിംഗിലൊക്കെ കൊണ്ടു നടക്കാം. അപ്പൊ എനിവേ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.